സകല ലോകത്തിൻ്റെ രാജാവും എൻ്റെ കർത്താവുമായ നമ്മുടെ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ആ ധന്യവും നിസ്തുല്യമായ നാമത്തിൽ വീണ്ടും എല്ലാ ദൈവമക്കൾക്കും ഹൃദ്യമായി സ്നേഹവന്ദനം അറിയിച്ചുകൊണ്ട് ഒരു ചെറിയ വീഡിയോയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. For some personal reasons, I have not been able to do some videos for the public these days. I had my own medical appointments, quite a bit lot. That's why I was not very free enough to come to you with another video. So today I got some little time. I thought, why don't I come back to you? ഇന്ന് നമ്മൾ കുറച്ച് സമയത്ത് നമ്മുടെ വേദ പഠനത്തിനായി അത് വേദപുസ്തക ധ്യാനത്തിനായി നമുക്ക് തിരുവെഴുത്തുകളിൽ നിന്ന് ഒരു ഭാഗം വായിക്കാം. അത് സഖറിയ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യമാണ്. അവൻ എന്നോട് ഉത്തരം പറഞ്ഞതെന്തെന്നാൽ, സെരുബ്ബാബേലിനോടുള്ള യഹോവയുടെ അരുളപ്പാടാവിത്, സൈന്യത്താലല്ല, ശക്തിയാലുമല്ല, എൻ്റെ ആത്മാവിനല്ലത്രേ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. സെരുബ്ബാബേലിനോടുള്ള യഹോവയുടെ അരുളപ്പാട്. Now there is a little contradiction in these topics. ഒരാള് വേറൊരാളോട് വലിയൊരു കാര്യം പറയുന്ന ആരോടെ നമുക്ക് മനസ്സിലായി, സെരുബ്ബാബേലിനോടാണ്. പറയുന്ന ആള് സഖറിയയാണ്. ഇവർ തമ്മിൽ ഒരു വലിയ ഏജ് ഡിഫറൻസ് ഉണ്ട്. വലിയ ഏജ് ഡിഫറൻസ് പറഞ്ഞാൽ, സെരുബ്ബാബേൽ ഈസ് എ വെരി ഓൾഡ് മാൻ. If I assume him to be more than 80 years old, I should be right. ഒരു 80 വയസ്സ് കഴിഞ്ഞ വൃദ്ധനായൊരു മനുഷ്യൻ. He had seen life quite a lot, and all the challenges and pains and difficulties and agonies of life. He had seen enough and more. ജീവിതത്തിൻ്റെ ഒരുപാട് വേദനകൾ കണ്ട ഒരു മനുഷ്യനാണ് സെരുബ്ബാബേൽ. And then the other man who brings with the Lord's word to him, ഈ സെരുബ്ബാബേലിനോട് ദൈവിക ആലോചന പറയാൻ വരുന്ന ആള് സഖറിയ. ഈസ് rather young boy. ഈ ബാല്യക്കാരൻ എന്നാണ് സഖറിയാവിനെ പറ്റി ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. Say 14-15 years old, that's the maximum. ഒരു 10, 14, 15, 13 പറഞ്ഞത് പോലും തെറ്റല്ല കേട്ടോ. ഉള്ളൊരു കുഞ്ഞു ചെറുക്കൻ. ഈ കുഞ്ഞു ചെറുക്കൻ വന്ന് ഈ വൃദ്ധനായ അപ്പച്ചനോട് ആലോചന പറയുക. That itself is a little bit contradictory, isn't it? The older man should be giving advice to the young man, not the other way around. വൃദ്ധനാണ് ബാലനോട് വന്ന് ഉപദേശം പറയേണ്ടത്, അല്ല ബാലൻ വൃദ്ധനോടല്ല. പക്ഷേ സെരുബ്ബാബേലിനോടുള്ള യഹോവയുടെ അരുളപ്പാടാവിത് എന്ന് സഖറിയ വന്ന് പറയുകയാണ്. Let's have some little background study of these two personalities, especially Zerubbabel. Zeru എന്ന് പറഞ്ഞാൽ ഈ മുളച്ചത്. ബാബേൽ എന്ന് പറയുന്ന എപ്പോഴും ദൈവമക്കളുടെ കഷ്ടതയുടെ തീച്ചൂളയെ കാണിക്കുന്നതാണ്. That is a furnace of the painful suffering of the children of God. ഈ ബാബേലിന്റെ തീച്ചൂളയിൽ കുരുത്ത മനുഷ്യനാണ് സെരുബ്ബാബേൽ. തീയിൽ കുരുത്ത മനുഷ്യൻ സെരുബ്ബാബേൽ. He was born in Babylon, as I told you. He had all the sufferings of a slave to undergo in Babylon. ഒരു സ്ലേവ് എന്തെല്ലാം സഫറിങ്സിലൂടെ കടന്നു പോകാം, ആ സഫറിങ്സിലൊക്കെ കൂടെ കടന്നുപോയ മനുഷ്യനാണ് സെരുബ്ബാബേൽ. പക്ഷെങ്കിൽ he was very sure about his background
his spiritual connections, his connection to God, and God's plan about his people. താൻ ആരാണെന്നും തൻ്റെ ആത്മീയ ജീവിതം എന്താണെന്നും താൻ ദൈവത്തോട് എത്ര കണക്റ്റഡ് ആണെന്നും ദൈവിക പദ്ധതികൾ തന്നിൽ കൂടെ തൻ്റെ ജനത്തിൽ കൂടെ നിറവേറേണ്ടതാണെന്നും വ്യക്തമായി അറിയാവുന്ന ഒരു മനുഷ്യനായിരുന്നു ദൈവത്തിൻ്റെ ദാസനായ സെരുബ്ബാബേൽ. Now you would ask me, how do I know it? How do I know it? That's what people used to ask me, ഞാൻ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴേക്ക് ആൾ എന്നോട് how do you know it എന്ന് ചോദിക്കും. That's a good question. ഈ ബാബേൽ പ്രവാസം കഴിഞ്ഞിട്ട് ഇവര് തിരിച്ച് ഇസ്രയേൽ ദേശത്തേക്ക് വരാൻ നേരത്ത് ഈ ഇസ്രയേലിലോട്ട് വരുന്നതിന് ക്വാളിഫൈഡ് ആയ ഒരു 50,000 ഫാമിലീസിനെ സെലക്ട് ചെയ്തു. Because the reason why they were coming back to Israel was to rebuild the temple of Jerusalem. ബാബേൽ രാജാവ് നെബൂഖദ്നേസർ വന്ന് യെരുശലേം മുഴുവൻ ഇടിച്ചു കളഞ്ഞ് യെരുശലേം ദേവാലയം മുഴുവൻ നശിപ്പിച്ച് നാറാണക്കല്ലാക്കിയിട്ട് ഇവരെ മുഴുവൻ അടിമകളായി പിടിച്ചു കെട്ടിക്കൊണ്ടു പോയതാണ് 70 വർഷം മുമ്പ്. അപ്പൊ ഇവർ തിരിച്ചു വരുന്നത് ദൈവത്തിന്റെ ആലയം പണിയാനാണ്. ദൈവത്തിന്റെ ആലയം പണിയെന്ന് പറയുമ്പോൾ നോട്ട് എവരി ടോം ഡിക് ആൻഡ് ഹാരി ക്യാൻ ഡു ഇറ്റ്. ഏതൊരു കാര്യങ്ങൾ പണിതാൽ നോക്കത്തില്ല. അതിനുള്ള യോഗ്യത പ്രൂവ് ചെയ്ത ആളുകൾ മാത്രമേ ദൈവത്തിന്റെ ആലയം പണിയാൻ ദൈവം സമ്മതിക്കത്തുള്ളൂ. നിങ്ങൾ എന്നോട് ചോദിക്കും, അത് ഓൾഡ് ടെസ്റ്റ്മെന്റിലെ കാര്യമല്ലേ? ഈ പുതിയ നിയമത്തിൽ അങ്ങനെ അല്ലല്ലോ. നമ്മുടെ എല്ലാവരും കർത്താവ് വിളിച്ചിരിക്കുകയില്ലേ? അപ്പോസ്തലന്മാരും പ്രവാചകന്മാരോട് ഇടയന്മാരോട് വിളിച്ചിരിക്കില്ലയോ? നമുക്കെല്ലാം കർത്താവിന്റെ വേല ചെയ്യത്തില്ല. യെസ്. തെസ്സലോനിക്കർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറഞ്ഞൊരു 1 തെസ്സലോനിക്ക ലേഖനം 1-ാം അധ്യായത്തിലാണ്, സുവിശേഷം ഞങ്ങളെ ഫലമേൽപ്പിക്കാൻ ഞങ്ങളെ തന്നെ ദൈവത്തിന് യോഗ്യന്മാരെന്ന് തെളിയിച്ചു. We proved ourselves worthy that the gospel could be entrusted with us. We proved ourselves worthy. Yes, God did call Paul and Silas. There is no doubt about it. പൗലോസിനെയും ശീലാസിനെയും കർത്താവ് തന്റെ വേലയ്ക്ക് വേണ്ടി വിളിച്ച ഒരു സംശയമില്ല. പക്ഷെങ്കിൽ ദൈവത്തിന്റെ സുവിശേഷം ഞങ്ങളെ ഫലമേൽപ്പിക്കത്തക്കോണം ഞങ്ങൾ അതിന് യോഗ്യരാണെന്ന് ഞങ്ങൾ ദൈവത്തോട് തെളിയിച്ചു. എങ്ങനെ? ത്രൂ ദ ലൈഫ് സ്റ്റൈൽ വി അഡോപ്റ്റഡ്. നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന ലൈഫ് സ്റ്റൈലിലൂടെയാണ് നമ്മൾ യോഗ്യന്മാരാണോ അല്ലയോ എന്ന കാര്യം ദൈവത്തിന് തെളിയിച്ചു കൊടുക്കുന്നത്. ആഫ്റ്റർ ബിക്കമിങ് എ ചൈൽഡ് ഓഫ് ഗോഡ്, ഒരു ദൈവവൈതനായ ശേഷം, വാട്ട് ഈസ് ദ ലൈഫ് സ്റ്റൈൽ യു ഹാവ്? ഡു യു സ്റ്റിൽ ഫോളോ ദ ഓൾഡ് ലൈഫ് സ്റ്റൈൽ or do you have a Christ-like lifestyle? ക്രിസ്തുവിന് യോഗ്യമാവണ്ണം ഉള്ള ജീവിതമാണോ അതോ പഴയ ലൈഫ് സ്റ്റൈലാണോ എന്നുള്ളതാണ് ചോദ്യം. The second thing is, do you lead a lifestyle according to the world in which you live, or a lifestyle that is suitable to the child of God? ദൈവവൈതലിന് ചേരാവുന്ന ജീവിത രീതിയാണോ ലോകത്തിന്റെ ജീവിത രീതിയാണോ? ഇതാ ചോദ്യം. ഇപ്പോഴും അങ്ങനെ തന്നെയാ. അതാ ഞാൻ പറയും ഇപ്പോഴും. സോ അന്ന് സെരുബ്ബാബേൽ, എ മാൻ ഹു വാസ് ബോൺ ഇൻ ദ ഫേർനസ് ഓഫ് ബാബിലോൺ, ബാബിലോണിന്റെ തീച്ചൂളയിൽ ജനിച്ചു വളർന്ന മനുഷ്യൻ. He lived a life that was acceptable to God, worthy to God. ദൈവത്തിന് വേർതിയായ ഒരു ലൈഫായിരുന്നത്. ക്വസ്റ്റ്യൻ അങ്ങനായിരുന്നു. ദൈവം തൻ്റെ ജനത്തോട് ആവശ്യപ്പെട്ട ഒരു കാര്യം, ലുക്ക്, ഐ വാണ്ട് യു ടു ബി എ സ്പെഷ്യൽ പീപ്പിൾ ഫോർ മീ. നിങ്ങൾ എനിക്കൊരു പ്രത്യേക ജനമായിരിക്കണം. ബിവെയർ, ഡോണ്ട് മിങ്കിൾ വിത്ത് ദ ജെന്റൈൽസ് അറൗണ്ട് യു. നിങ്ങളുടെ ചുറ്റുമുള്ള ജാതികളുമായി ഇടകലതായിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. അവരുമായിട്ട് വിവാഹബന്ധം ഏർപ്പെടുകയും അവരിൽ മക്കളുണ്ടാകുകയും ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളെപ്പറ്റി പ്രതീക്ഷിക്കുന്ന എൻ്റെ പേർപ്പസ് ഒരുപക്ഷെ നടന്നു എന്ന് വരത്തില്ല.
So better be careful. Better be careful. അപ്പോൾ ബാബിലോണിലേക്ക് പ്രവാസികളായിപ്പോയി ഒരുപാട് കക്ഷികൾ യഹൂദന്മാർ അവരെന്ത് ചെയ്തു? When they saw the Babylonian women, who might be beautiful or whatever else it may be, they went and lived with them. They went and lived with them. They didn't want to preserve the sense of, I should say, purity or the sense of holiness that God wanted them to maintain. ദൈവം ആഗ്രഹിക്കുന്ന വിശുദ്ധിയുടെ പ്രമാണത്തിൽ നിലനിൽക്കാതെ ഒരുപാട് പേര് മാറി പ്രമാണം വിട്ടുപോയപ്പോൾ ദൈവമക്കൾ തീരുമാനിച്ചു ബാബിലോണിൽ നിന്ന് വിട്ട യെരുശലേമിലേക്ക് ദൈവത്തിന്റെ ആലയം പണിയാൻ പോകുമ്പോൾ ഇവന്മാരൊന്നും വരണ്ട, വിശുദ്ധിയുടെ പ്രമാണം മുറുകെ പിടിച്ചവർ മാത്രം ആലയം പണിയാൻ മുൻപോട്ട് വന്നാൽ മതി. വിശുദ്ധിയുടെ പ്രമാണം മുറുകെ പിടിക്കുന്നവർ മാത്രം ആലയം പണിയാൻ മുന്നോട്ട് വന്നാൽ മതി. So they went and sought out. They found out 50,000 families. 50,000 families who clung on to the doctrine of holiness. വിശുദ്ധിയുടെ പ്രമാണം മുറുകെ പിടിച്ച 50,000 കുടുംബങ്ങളെ കണ്ടു. അതിലൊരാളാണ് സെരുബാബേൽ. Zerubbabel, a rather, I should say, old man, was coming to Israel with a great expectation or hope of rebuilding the temple of Jerusalem. ഈ ഇടിഞ്ഞു തകർന്നു കിടക്കുന്ന യെരുശലേം ദേവാലയം പണിയുന്നതിന് റീബിൽഡിങ് ചെയ്യുന്നതിന് വേണ്ടി വരികയാണ്, വലിയ പ്രതീക്ഷയോട് വരിക. And they started. That was year 534 BC. 534 BC. 534 BC-യിലാണ് ഇവർ വരുന്നത്. And they started with a lot of privations, I must say. All they had was privations. അവർക്ക് ആകെയുള്ള ദാരിദ്ര്യവും ബുദ്ധിമുട്ടുമാണ്. ദാരിദ്ര്യവും ബുദ്ധിമുട്ടും. അവർക്ക് വസ്തുവകകളില്ല, പണിക്കാരേറെയില്ല, ഒരു സൗകര്യമില്ല. In spite of all the privations, they were actively involved in the rebuilding of the Temple of Jerusalem. യെരുശലേം ദേവാലയത്തിന്റെ റീബിൽഡിങ്ങിൽ അവർ ആക്റ്റീവായിട്ട് ഇൻവോൾവ് ആയിരിക്കുക. So but then you know what happened? The enemies of Israel came forward. They wrote wrong letters about them to the king in Babylon, and the king in Babylon stopped the work of the temple of Jerusalem. ഇസ്രായേലിന്റെ ശത്രുക്കൾ ഇവർക്കെതിരായിട്ട് ദോഷകരമായ കാര്യങ്ങൾ, കുറ്റങ്ങൾ ബാബിലോണിലെ രാജാവിന് എഴുതി അറിയിക്കുകയും ബാബിലോണിലെ രാജാവ് ഈ ടെമ്പിൾ പ്രോജക്റ്റ് നിർത്താൻ പറഞ്ഞു. Finished. So Zerubbabel was the real leader. Yes. Another leader was Joshua. Another leader was Shealtiel. All these people were disappointed. They thought, okay, we'll start it next year. Maybe next year. It went on and on for 14 long years. അപ്പോൾ ഈ ദേവാലയത്തിൻ്റെ ഭിത്തിയൊക്കെ കെട്ടി, അത്രയും കൊണ്ട് മിടുക്കനാണ്, ഭിത്തിയൊക്കെ കെട്ടി. അപ്പോഴേക്കാണ് ഈ വർക്ക് നിന്നുപോയി. 14 വർഷം അവർക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയത്തില്ല. So 14 years, imagine. Every day they wake up and the sight they see before them is a construction they started but not able to continue. It looks at them as a broken effigy. Okay. തങ്ങൾ തുടങ്ങിയിട്ട് മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ പകുതി വെച്ച് നിന്നുപോയ വലിയ ആഗ്രഹത്തോടെ തുടങ്ങിയ പ്രവൃത്തി ഒരു കോലം പോലെ മുന്നിൽ ഇങ്ങനെ നശിച്ചിരിക്കുക. Thus it went on for 14 years. It went on for 14 years.
They one day thought, enough is enough. We are not able to finish it. We are not going to finish it. We can't do it. ഒരു പക്ഷെങ്കിൽ അവര് ഒരു വേള ചിന്തിച്ചിട്ടില്ല. ഇനി നമ്മളെ കൊണ്ട് ഇത് പറ്റത്തില്ല. Reason number one, we don't have the strength. We don't have the potentials. We don't have the abilities. We don't have the resources. അതിനുള്ള റിസോഴ്സസ് ഇനി നമുക്കില്ല. ഒന്ന്, ബലവും കഴിവും നമുക്കില്ല. നമുക്ക് സഹായിക്കാൻ ആളില്ല. ഇതൊന്നും നമുക്കില്ല. നമ്മളെ കൊണ്ട് ഇത് കഴിയത്തില്ല. രണ്ട്, നമ്മുടെ കാലത്തും ഇത് നടക്കത്തില്ല. ഒരു പക്ഷെങ്കിലും നമ്മുടെ കൊച്ചുമക്കളുടെ വല്ലതും കാലത്ത് അറിയത്തില്ല. വലിയ പ്രതീക്ഷയോടെ തുടങ്ങിയതാണ് ഒരു വലിയ നിരാശയായി മാറി. ചില സമയത്ത് ക്രിസ്തീയ ജീവിതം ഇങ്ങനെ വലിയ പ്രതീക്ഷയോടെ തുടങ്ങും, വലിയ നിരാശയിൽ ചെന്നുതീരും. വില്യം വേഡ്സ്വർത്തിന്റെ റെസൊല്യൂഷൻ ആൻഡ് ഇൻഡിപെൻഡൻസ് എന്ന കവിതയിൽ അദ്ദേഹം പറയുന്നുണ്ട്, We poet in our youth begin with gladness, but thereof come in the end despondency and madness. വലിയ പ്രതീക്ഷയോടെയാണ് കവികൾ അവരുടെ ജീവിതം ആരംഭിക്കുന്നത്. കുറെ കഴിയുമ്പം നിരാശയും കീർക്കുമായിട്ട് തീർന്നു പോകുന്നു. I want to tell you one thing seriously. പലപ്പോഴും ആത്മീയ ജീവിതത്തിൽ ഇത്തരം ഘട്ടങ്ങൾ വരുമ്പോൾ സാത്താനും നമ്മളോട് പറയും, തീർന്നുപോയി, ഇനി നീ വലിയ പ്രതീക്ഷയൊന്നും വെക്കണ്ട, കാരണം ഇത് മുന്നോട്ട് കൊണ്ടുള്ള കഴിവ് നിനക്ക് ഇല്ല, നിന്നിൽ ബലമില്ല. രണ്ട്, നിന്നെ സപ്പോർട്ട് ചെയ്യാൻ ആളുമില്ല. ഇതിന് മുന്നോട്ട് കൊണ്ടുവരാൻ സപ്പോർട്ട് ചെയ്യാൻ നിനക്ക് ആളുമില്ല. You cannot do it. So better don't hope high things. ഇനി വലിയ വലിയ പ്രതീക്ഷകളൊന്നും വെച്ചുകൊണ്ടിരിക്കണ്ട. നടക്കത്തില്ല. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഞാൻ ഈ ചെറിയ ബൈബിൾ സ്റ്റഡിയിൽ നിങ്ങളെ മനസ്സിലാക്കിയാൽ ഉദ്ദേശിക്കുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ, God is a God of completions. God is a God of completions. ഫിലിപ്പിൽ അങ്ങനെ 1-ാം അധ്യായം തുടങ്ങും പറയുക, നിങ്ങളിൽ ഒരു നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശു ക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കും. ഹല്ലേലൂയ. നിന്നെ സുവിശേഷ വേലയ്ക്ക് വിളിച്ചവൻ അവൻ വിശ്വസ്തനായതുകൊണ്ട് വഴിത്തലയ്ക്കൽ വിട്ടേച്ച് പോകാത്തത് കൊണ്ട് ദൈവം ക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കും. നിങ്ങളൊരു നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശു ക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കും. നമ്മുടെ കർത്താവ് അതാ. Zerubbabel was a disappointed man. So God called in a prophet. ഇവരുടെ കൂടെ ഒരു പ്രോഫറ്റ് വന്നായിരുന്നു കേട്ടോ. ആ പ്രോഫറ്റിന്റെ പേര് ഹഗ്ഗായി എന്നാണ്. ഹഗ്ഗായിയെ വിളിച്ചു. ഹഗ്ഗായി, that name itself is very, very, very thought-provoking name. നമ്മൾ വളരെ തോട്ട്-പ്രൊവോക്കിംഗ് ആയ ഒരു പേരാണത്. ശരിക്കും എൻ്റെ ഹീബ്രു ചഗ്ഗായി എന്നാണ്. ചഗ്ഗായി എന്ന് പറഞ്ഞാൽ ചണ്ടി എന്ന, നീരെല്ലാം പിഴിഞ്ഞെടുത്ത് അവസാനം ഒന്നിനും കൊള്ളാത്ത ചണ്ടി എന്ന ചഗ്ഗായി. ജീവിതത്തിന് നല്ല കാലം മുഴുവൻ വലിയ പ്രതീക്ഷയോടുകൂടി നിന്ന് അധ്വാനിച്ചിട്ട് ആരോഗ്യവും ബലവും സൗന്ദര്യവും മുഴുവൻ ചോർന്നുപോയി വെറും ചണ്ടിയായി മാറിയപ്പോഴും കൈവിടുകില്ല ഇനി ഒരു നാളും എന്ന് വാക്ക് പറഞ്ഞവൻ കൈവിടത്തില്ല.
ചണ്ടിയായിപ്പോയി. ബലം മുഴുവൻ തീർന്നുപോയി. ബലം മുഴുവൻ നശിച്ചു. ഇനി ഒന്നിനും കൊള്ളത്തില്ല എന്ന് പറഞ്ഞപ്പോഴും കൈവിടാത്ത ദൈവം ഹഗ്ഗായിയോട് പറഞ്ഞു, നീ പോയി സെരുബ്ബാബേലിനോട് പറയാൻ പറഞ്ഞു. നീ പോയി യോശുവയോട് പറയാൻ പറഞ്ഞു. നീ പോയി ജനത്തിന്റെ മൂപ്പന്മാരോട് പറയാൻ പറഞ്ഞു. ഈ ആലയം വീണ്ടും പണിയേണ്ട സമയമായി. So you come forward. It's time that you can come forward to rebuild this temple. You better come forward. നമ്മുടെ ഹഗ്ഗായി ചെന്നിട്ട് ഇവരെയൊക്കെ വിളിച്ചു, ഇവരോടൊക്കെ കാര്യമൊക്കെ പറഞ്ഞു. 14 years. It has been 14 years. It has been 14 long years. Nothing has happened. 14 വർഷം എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിന്ന, പരിഹാസം, അപമാനം, തങ്ങൾ പണിത ജോലി അവിടെ പകുതി കൂത്തുകാഴ്ചയായിട്ട് നിൽക്കുന്നത്, അത് മാത്രമേ കണ്ടിട്ടുള്ളൂ. 14 years of relegations. 14 years of relegations. 14 years of insult. 14 years of insult. 14 years of hopelessness. Failures. Frustrations. Disappointments. 14 വർഷത്തെ പരിഹാസം, അപമാനം, നിന്ന, ദുഃഖം, പ്രത്യാശ നഷ്ടപ്പെട്ടവര്. Can they come back? I don't think. They must be now rather accustomed with all these things that they have been going through. ഈ 14 വർഷമായി കേട്ടുകൊണ്ടിരിക്കുന്ന നിന്ന, പരിഹാസം, അപമാനം, ഇകഴ്ത്തൽ, ഇതെല്ലാം പരിചയമായി. ഇനി എങ്ങനെ അങ്ങ് തീരത്തേ ഉള്ളൂ. That's what they were thinking. Then God thought, wait. Let me find out another man. Let me find out another man. God called a young man. ഒരു ചെറുപ്പക്കാരനെ വിളിച്ചു. ഈ ചെറുപ്പക്കാരന്റെ പേരാ Zechariah. What is meant by Zechariah? Zechariah. That means the Lord remembers. ദൈവം മറന്നില്ലെന്ന്. ദൈവം നിന്നെ മറന്നിട്ടില്ലെന്ന്. ദൈവം ഓർക്കുന്നുണ്ടെന്ന്. എന്തോ ഓർക്കുന്നുണ്ടെന്ന്? 14 വർഷം മുമ്പ് നിന്നെ വിളിച്ചിറക്കി ദൈവം ഓർക്കുന്നുണ്ട്. ഈ ഇറങ്ങി തിരിച്ച ദൈവം ഓർക്കുന്നുണ്ട്. നിന്നെ തന്നെ മറന്ന് ജീവിതത്തിന്റെ സകല ബലവും പ്രയോഗിച്ച് കർത്താവിന് വേണ്ടി പ്രയത്നിച്ചതും ദൈവം മറന്നിട്ടില്ല. With all their might, they served the Lord. They did the Lord's work. God has not forgotten. യാക്കോബ് ഒരിക്കൽ ലാബാനോട് പറഞ്ഞു, ഞാൻ നിന്റെ മുഴുവൻ ബലത്തോടും നിന്നെ സേവിച്ചെന്ന്. മുഴുവൻ ബലത്തോടും കർത്താവിനെ സേവിച്ചിട്ട് ദൈവനെ മറന്നുപോയോ എന്ന് നീ ചിന്തിക്കുന്നെങ്കിൽ, God has a message for you. മറക്കത്തില്ല, മറന്നിട്ടുമില്ല, മറന്നിട്ടുമില്ല. സെഖര്യാവിനെ വിളിച്ചു. സെഖര്യാവിനെ വിളിച്ചിട്ട് ദൈവം സെഖര്യായോട് പറഞ്ഞു, നീ പോയി ഒരു ദൂത് പറയണം. ആരോട് ദൂത് പറയണം? വൃദ്ധനായി തലകുനിച്ചിരിക്കുന്ന, ഇനി തൻ്റെ പണി നടക്കത്തില്ലെന്ന് വിചാരിച്ചിരിക്കുന്ന ആ പ്രായം ചെന്ന മനുഷ്യനോട് നീ ഒരു ദൂത് പറയണം.
And ദൈവം എന്ത് ചെയ്തു? God gave Zechariah a vision. God gave Zechariah a vision. And that's what we are going to see. സെക്കറായിക്ക് ദൈവം കൊടുത്ത വിഷനാണ് നമ്മൾ കാണാൻ പോകുന്നത്. So, what do you see here? That's a question. ഞാനത് ബൈബിളിൽ നിന്ന് ആദ്യം വായിച്ച് കേൾപ്പിക്കാം. And then you keep on looking at it. ഞാൻ വായിച്ച് കേൾപ്പിക്കാം. You keep on looking at it and see what that vision is. For a minute, you see what that vision is when I'm going to read it. Okay. എന്നോട് സംസാരിക്കുന്ന ദൂതൻ പിന്നെയും വന്നു. ഉറക്കത്തിൽ നിന്ന് ഉണർന്നതുപോലെ എന്നെ ഉണർത്തി. നീ എന്തു കാണുന്നു എന്ന് എന്നോട് ചോദിച്ചതിന് ഞാൻ, മുഴുവനും പൊന്നുകൊണ്ടുള്ള ഒരു വിളക്ക് തണ്ടും അതിൻ്റെ തലക്കൽ ഒരു കുടവും അതിൻ്റെ മേൽ 7 വിളക്കും അതിൻ്റെ തലക്കലുള്ള 7 വിളക്കിന് 7 കുഴലും ഒന്ന് ഇടത്തോട്ടും ഒന്ന് ഇടത് ഭാഗത്തും ഒന്ന് വലത് ഭാഗത്തും ഇങ്ങനെ 2 ഒലിവ് മരവും ഞാൻ കാണുന്നു എന്ന് ഉത്തരം പറഞ്ഞു. 2 ഒലിവ് മരം, മുഴുവനും പൊന്നുകൊണ്ടുള്ള ഒരു നിലവിളക്ക്, അതിന് 7 തണ്ടുകൾ. ഈ തണ്ടുകൾക്ക് ഡയറക്റ്റായിട്ട് ഒലിവ് മരത്തിൽ നിന്ന് എണ്ണ കൊടുക്കുന്നു. എന്നോട് സംസാരിക്കും ദൂതനോട് ഞാൻ, യജമാനനെ ഇതെന്താകുന്നു എന്ന് ചോദിച്ചു. എന്നോട് സംസാരിക്കും ദൂതൻ എന്നോട്, ഇതെന്താകുന്നു നീ അറിയുന്നില്ലയോ എന്ന് ചോദിച്ചതിന്, ഇല്ല യജമാനനെ എന്ന് ഞാൻ പറഞ്ഞു. ഇതിങ്ങനാണ്, ഒരു ഏഞ്ചൽ വന്ന് സെക്കറിയായുടെ മുന്നേ നിൽക്കും. സെക്കറിയായിക്ക് ഒറ്റ രാത്രി 8 ദർശനങ്ങളാണ് കൊടുക്കുന്നത്. അതിൽ ഒരു ദർശനമാണിത്. അപ്പം ഈ ഏഞ്ചൽ, നിങ്ങൾക്ക് ഈ പിക്ചറിൽ ഏഞ്ചലിനെ കാണാമല്ലോ. ഈ ഏഞ്ചല് സെക്കറിയാവിനെയും കൊണ്ടുപോവുക. എന്തിന്? ഇത് കാണിക്കാൻ. അപ്പോൾ ഏഞ്ചലിനോട് ഇവർ തമ്മിലുള്ള കോൺവെർസേഷൻ നമ്മൾ വായിച്ചത്. ഏഞ്ചൽ സെക്കറിയാനോട് ചോദിക്കും, വെൽ യു ഡോണ്ട് നോ ഇറ്റ്. നമുക്ക് ഫുൾ പിക്ചർ ഒന്നുകൂടെ നോക്കാം. 2 ഒലിവ് വൃക്ഷങ്ങളുടെ നടുക്ക് മുഴുവനും സ്വർണം കൊണ്ടുള്ള ഒരു നിലവിളക്ക്. ദൂരെ നിങ്ങൾ നോക്കിയ ഒരു കെട്ടിടം കണ്ടോ? ആലയമാ. ഭിത്തിയൊക്കെ കെട്ടിയതേ ഉള്ളൂ, അവിടെ കിടക്കുക. 14 വർഷമായിട്ട് ഇനി മുന്നോട്ട് പോകത്തില്ല എന്ന വിചാരത്തിൽ. ഓക്കെ, പറയാ, സെക്കറിയാവേ, സെരുബ്ബാബേലുള്ള യഹോവയുടെ ആലയം അരുളപ്പാടാണിത്. എന്തുവാ? The Lord is reading the thoughts in Zerubbabel's mind. സെരുബ്ബാബേലിന്റെ മനസ്സിൽ നടക്കുന്ന ചിന്തകൾ കർത്താവ് വിവേചിച്ചു പറയുക. കാരണം സെരുബ്ബാബേൽ വിചാരിക്കുന്നത് അറിയാമോ? Suppose this work is to restart. ഈ വർക്ക് ഇനി തുടങ്ങണമെന്നുണ്ടെങ്കിൽ 2 കാര്യങ്ങൾ സംഭവിക്കണം. ഒന്നുകിൽ എനിക്ക് ഈ വർക്ക് ചെയ്യാൻ ഒരു പവർ, ഒരു ശക്തി എനിക്ക് കിട്ടണം. ഇപ്പൊ ഇത്തരം വായിച്ച എനിക്ക് കിട്ടുമെന്നുള്ള ഒരു ഉറപ്പമില്ല. രണ്ടാമത്തെ കാര്യം, a mighty force and army should come from Babylon to support me so that I can continue the work. ഈ വർക്ക് തുടരുന്നതിന് എന്നെ സഹായിക്കാൻ ഒരു ഫോഴ്സ് എനിക്ക് പുറത്തു നിന്ന് കിട്ടണം. ഇവിടുന്ന് ആരും സഹായിക്കാനില്ല, ചുറ്റും സഹായിക്കാൻ ആരുമില്ല. പുറത്തുനിന്ന് ആരെങ്കിലും സഹായിക്കാൻ വന്നെങ്കിലേ ഉള്ളൂ. To that very question, the Lord gives an answer. അതേ ചോദ്യത്തിന് കർത്താവ് മറുപടി പറയുന്നത് സെരുബ്ബാബേലേ, സൈന്യത്താലല്ല. No.
You might think that a mighty army will come and help you. No, no, no. It's not with that. It is not with that. Zerubbabel, not with might. സെരുബാബേലെ സൈന്യത്താലല്ല, സെരുബാബേലെ ശക്തിയാലുമല്ല. പിന്നെ എങ്ങനെയാണെന്നറിയാമോ? എൻ്റെ ആത്മാവിനാൽ, എൻ്റെ ആത്മാവിനാൽ, എൻ്റെ ആത്മാവിനാൽ. Means what no might can do, what no power can do, my spirit will do it. സൈന്യത്തിന് കഴിയാത്തത്, ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയാത്തത് എൻ്റെ ആത്മാവിന് കഴിയും. സെരുബ്ബാബേലെ സൈന്യത്താലല്ല, സെരുബ്ബാബേലെ ശക്തിയാലുമല്ല. പിന്നെ എങ്ങനെ കർത്താവേ? എൻ്റെ ആത്മാവിനല്ല. When Zerubbabel looks at, he sees only mountains of resistance. ചെറുത്ത് നിൽപ്പുകളുടെ, വെല്ലുവിളികളുടെ, പ്രതിരോധത്തിൻ്റെ, പ്രശ്നങ്ങളുടെ മലകൾ മാത്രമേ സെരുബ്ബാബേലിന് മുന്നേ കാണാനുള്ളൂ. പർവ്വത സമാനമായ പ്രശ്നങ്ങൾ മുന്നിൽ കാണുന്ന ഒരു മനുഷ്യൻ, പർവ്വത സമാനമായ പ്രശ്നങ്ങൾ മുന്നിൽ കാണുന്ന ഒരു മനുഷ്യൻ, അത് സെരുബ്ബാബേൽ. പർവ്വത സമാനമായ പ്രശ്നങ്ങൾ മുന്നിൽ കാണുന്ന ഒരു മനുഷ്യനാണ് സെരുബ്ബാബേൽ. പക്ഷെ കർത്താവ് എന്താ പറയുന്നറിയാം? കർത്താവ് പറയുന്ന മറുപടിയാ. കർത്താവ് പറയാ, സെരുബ്ബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ, നീ ആരാ? Who are you, great mountains, standing before my servant Zerubbabel? എൻ്റെ ദാസനായ സെരുബ്ബാബേലിന് മുമ്പിൽ നിൽക്കുന്ന പർവ്വതമേ, നീ ആരാ? And then a repeated challenge. നീ സമഭൂമിയായിത്തീരും, നീ സമഭൂമിയായിത്തീരും. ഇങ്ങനൊരു പർവ്വതം ഇവിടെ ഉണ്ടായിരുന്നുവെന്ന് ഇനി വരുന്നവർക്ക് കാണാൻ കഴിയാത്ത രീതിയിൽ ഐ വിൽ ലെവൽ യു ടു ദ ഗ്രൗണ്ട് എന്നാണ്. ഇങ്ങനൊരു മഹാപർവ്വതം, ഇങ്ങനൊരു വലിയ പ്രശ്നം, ഇങ്ങനെ വലിയ വെല്ലുവിളി, ഇങ്ങനെ വലിയ പോരാട്ടം സെരുബ്ബാബേലിന്റെ മുമ്പിൽ ഉണ്ടായിരുന്നുവെന്ന് ഇനിയും വരുന്നവർക്ക് കാണാൻ കഴിയാത്ത രീതിയിൽ ഈ മഹാപർവ്വതങ്ങൾ മുഴുവൻ സമഭൂമിയായി മാറും. Then God says, you're going to restart where your work stopped. 14 വർഷം മുമ്പ് നിന്നുപോയതും ഇനി നടക്കത്തില്ലെന്ന് നീ ചിന്തിക്കുന്നതുമായ അവിടെ നീ തിരിച്ചു പോകാൻ പോവാ. എന്തിനു വേണ്ടി? ടു ഫിനിഷ് ദ വർക്ക്. ഈ ഫിനിഷിംഗ് പോയിന്റിൽ എത്തുമ്പോഴാണ് ആണിക്കല്ല് കയറ്റുന്നത്. സെരുബ്ബാബേലിനോട്, സെരുബ്ബാബേലേ, കൃപ 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 എന്നാർത്തുകൊണ്ട് നീ ആണിക്കല്ല് കയറ്റും. കാരണം നിന്റെ കയ്യെ അടിസ്ഥാനമിട്ടത്, അത് നിന്നെ കൊണ്ട് ഞാൻ പൂർത്തീകരിക്കും. Your hands laid the foundation and you yourself will complete it. ആള് വന്ന് ചോദിക്കും, സെരുബ്ബാബേലേ, how did it happen? ഇതെങ്ങനെ നിനക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു? എങ്ങനെ നിനക്ക് റീസ്റ്റാർട്ട് ചെയ്യാൻ കഴിഞ്ഞു? How could you restart it? How could you complete it? Zerubbabel has only one answer. കൃപ 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 കൃപ. ഹല്ലേലൂയ. കൃപ 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 എന്നാർത്തുകൊണ്ട് നീ ഇതിന് ആണിക്കല്ല് കയറ്റും.
കാരണം നിന്റെ കൈ അത് തുടങ്ങിയത്, നിന്റെ കൈ ഇത് പൂർത്തീകരിക്കും. ഇത്രയും പറഞ്ഞപ്പോഴേക്ക് Zerubbabel was excited. He found that hope came back to him. Life came back to him. A new life. He felt rejuvenated. Zerubbabel വീണ്ടും ശക്തി ലഭിച്ചു. And he went back, took the plumb line in his hand. എത്രയോ വർഷങ്ങൾക്ക് മുൻപ്, 14 വർഷം മുമ്പ് ചുരുട്ടിക്കൂട്ടി മാറ്റി വെച്ചിരുന്ന, ഇനി ഇതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല എന്ന് ചിന്തിച്ചിരുന്ന ആ പഴയ തൂക്കുകട്ടയും കയറും കയ്യിലെടുത്തു. പഴയ തൂക്കുകട്ടയും കയറും കയ്യിലെടുത്തു. എന്തിന്? Now I can work again. God says, look, Zerubbabel, I see the plumb line in your hand. I see the plumb line in your hand. I see the plumb line in your hand, and I'm happy. സെരുബാബേലിന്റെ കയ്യിലിരിക്കുന്ന തൂക്കുകട്ട കണ്ട് യഹോവ പ്രസാദിക്കുന്നു. And God says, look, it may look a little thing. It may look like a little thing. ചെറിയ കാര്യങ്ങളുടെ പ്രാരംഭത്തെ തുച്ഛീകരിക്കാത്ത ദൈവം. Now, I'm going to conclude my little Bible study. ഞാൻ ലിറ്റിൽ ബൈബിൾ സ്റ്റഡി എന്ന് പറഞ്ഞിട്ട് കുറച്ച് ലോങ് ആയെന്ന് എനിക്കറിയാം. I don't know how many of you are going to take my word seriously. You can ignore me if you want to. ബാബുയോൻ ചുമ്മാ ഇരുന്ന് കുറെ വാചകം അടിച്ചാന്ന് പറഞ്ഞു ചുമ്മാ പറയാം. But this morning, when I was praying, the Spirit of the Lord came to me and spoke to me. രാവിലെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, നീ ഈ വീഡിയോ ചെയ്യണം. എനിക്ക് എൻ്റെ ചില മക്കളോട് സംസാരിക്കാനുണ്ട്. ദൈവത്തിന് താൻ തിരഞ്ഞെടുത്ത് വിശുദ്ധ വിളി കൊണ്ട് വിളിച്ച് ഓമനപ്പേർ ചൊല്ലി വേർതിരിച്ച് ശ്രേഷ്ഠകരമായ ശുശ്രൂഷ നൽകി മുൻപോട്ട് പറഞ്ഞു വിട്ടിട്ട് പ്രതികൂല സാഹചര്യങ്ങളിൽ മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ തളർന്നിരിക്കുന്ന ചില ദൈവമക്കളോട് ദൈവത്തിന് സംസാരിക്കാനുണ്ട്. Some family issues, some financial issues, some personal matters. തകർന്നു പോയിട്ട് വീണ്ടും പണിയാൻ മുൻപോട്ട് പോകാൻ കഴിയാതെ തളർന്ന് പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുന്ന ചിലരോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് സംസാരിക്കാനുണ്ട്. What is the Lord going to speak to you? ദൈവത്തിന് തന്നെ പറയാനുള്ളത് സെരുബ്ബാബേലിനുള്ള ആലോചന തന്നെയാ, സൈന്യത്താലല്ല, ശക്തിയാലുമല്ല. പിന്നെ എങ്ങനെയാ കർത്താവേ? എങ്ങനെയാന്ന് പറയാം? എൻ്റെ ആത്മാവിനാൽ. My spirit will come upon you. അവിടെ എന്തോ കാണിച്ചത്? 2 ഒലിവ് വൃക്ഷങ്ങൾ നിൽക്കുക. A direct line of oil coming to the lampstand. ലാംപ്സ്റ്റാൻഡിലേക്ക് നേരിട്ടൊരു അഭിഷേകം വരിക. അതാ പറഞ്ഞത്, സൈന്യത്താലല്ല ശക്തിയാലുമല്ല, എൻ്റെ ആത്മാവിനാൽ, എൻ്റെ ആത്മാവിനാൽ, എൻ്റെ ആത്മാവിനാൽ. സെരുബ്ബാബേലിനോട് അങ്ങനെ പറഞ്ഞവൻ ഇന്നും ജീവിച്ചിരിക്കുക. ആ വചനം ഇന്നും ജീവിക്കുന്ന വചനമാണ്. ആ വചനം ഇന്നും ജീവിപ്പിക്കുന്ന വചനമാണ്. ആ വചനം ഏറ്റെടുക്കുന്നവർക്ക് കഴിഞ്ഞ നാളുകൾ ലഭിക്കാഞ്ഞതും മറ്റനേകർക്ക് ലഭിക്കാൻ കഴിയാഞ്ഞ അത്യത്ഭുതകരമായ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ ശക്തി ആ 2 ഒലിവ് വൃക്ഷങ്ങളാണ് കാണിക്കുന്നത്. എ ഗ്രേറ്റർ അനോയിന്റിങ്, എ ഡയറക്റ്റ് അനോയിന്റിങ്, an unstoppable anointing. A greater anointing, ഒരു വലിയ അഭിഷേകം.
ഒരു വലിയ അഭിഷേകം, എ ഡയറക്റ്റ് അനോയിന്റിങ്. ദൈവം തന്നെ അഭിഷേകം ചെയ്യാൻ പോവാ. ആൻഡ് ഫൈനലി an unstoppable anointing. ആർക്കും നിർത്തിക്കളയാൻ കഴിയാത്ത ഒരു അഭിഷേകത്തിന്റെ ശക്തി കൊണ്ട് God will make you complete that which you started. അതുകൊണ്ട് ഇന്ന് ഈ വചനം കേൾക്കുന്ന ഈ മക്കൾ ദൈവത്തിന്റെ കരങ്ങൾ നിങ്ങളെ താഴ്ത്തി ഏൽപ്പിച്ചിട്ട് പറയണം, Lord, I take it up. I take it up. I take it up. The Lord who spoke to Zerubbabel, the Lord who spoke to Zerubbabel is the same God who can speak to me today. സെരുബ്ബാബേലിനോട് സംസാരിച്ച ദൈവം ഇന്നും ജീവിച്ചിരിക്കുന്ന ദൈവമാണ്. സെരുബ്ബാബേലിനോട് സംസാരിച്ച ദൂതൻ സെരുബ്ബാബേലിന് മാത്രമല്ല, എക്കാലത്തും ദൈവത്തെ കാത്തിരിക്കുന്ന ജനത്തിന് ആപ്ലിക്കബിൾ ആണ്. അങ്ങനെ പറഞ്ഞ ദൈവകരങ്ങളിൽ നമ്മെ താഴ്ത്തി ഏൽപ്പിക്കാം. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. താങ്ക് യു വെരി മച്ച്. ബൈ.